ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിംഗ് ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 ക്ലാസ്സിലെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കവിതയാണ്. കവിതയുടെ പേര് മധുരതു. മധുരതു എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലെ വിഖ്യാതനായ ഛായാവാദി കവി ജയശങ്കർ പ്രസാദാണ്. അപ്പോൾ നമ്മൾ ഈ കവിതയിൽ ഛായാവാദ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ ജയശങ്കർ പ്രസാദിനെ കുറിച്ച് മനസ്സിലാക്കുക, കവിതയുടെ ആശയം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ. നോക്കൂ, ഹിന്ദി സാഹിത്യത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാവ്യശാഖയാണ് ഛായാവാദം എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ റൊമാൻറ്റിസത്തിനോട് സമാനമായിട്ടുള്ള സാഹിത്യ രീതിയാണ് ഹിന്ദിയിലെ ഛായാവാദി കവികളും സ്വീകരിച്ചിട്ടുള്ളത്. ഛായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിഴൽ എന്നാണ്. പ്രകൃതിയെ ഒരു നിഴലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയെ മറയാക്കിക്കൊണ്ട് മനുഷ്യ വികാരങ്ങളെ തീവ്രമായിട്ട് അവതരിപ്പിക്കുന്ന സാഹിത്യ ശൈലിയാണ് യഥാർത്ഥത്തിൽ ഛായാവാദ് അല്ലെങ്കിൽ കാൽപ്പനികത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ റൊമാൻറ്റിസം എന്ന് പറയുക. മനസ്സിലായല്ലോ. അതായത് മഴ, മിന്നൽ, മേഘം, പൂക്കൾ, വസന്തം ഇങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ എല്ലാം തന്നെ മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെതായ വികാരങ്ങളോടെ അവതരിപ്പിക്കാൻ ഛായാവാദി കവികൾ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതി ചിത്രീകരണം, സൗന്ദര്യ വർണ്ണന, പ്രേമാനുഭൂതിയെക്കുറിച്ചുള്ള വിശകലനം, വിശദീകരണം ഇതെല്ലാം ഛായാവാദി സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളാണ്. വളരെ ഭാവപ്രധാനമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള കോമള പദങ്ങൾ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള പദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ചാൽ എന്നതുപോലെ മനോഹരമായിട്ടുള്ള സാഹിത്യ രീതിയാണ് അല്ലെങ്കിൽ കാവ്യരീതിയാണ് ഛായാവാദി സാഹിത്യത്തിനുള്ളത്. നമുക്ക് നോക്കാം. ഛായാവാദ് हिंदी साहित्य के रोमांटिक उत्थान की वह काव्य धारा है जो लगभग ईसाई सन 1917 से 1936 तक की प्रमुख युगवाणी रही. നോക്കൂ, 1917 മുതൽ 1936 വരെ ഹിന്ദി സാഹിത്യത്തിൽ ഉണ്ടായ റൊമാൻറ്റിക് സാഹിത്യത്തിൻ്റെ വളർച്ചയാണ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സാഹിത്യത്തിൻ്റെ കാവ്യധാരയെയാണ് നമ്മൾ ഛായാവാദം എന്ന് വിളിക്കുക. അതായത് പാശ്ചാത്യ സാഹിത്യത്തിലെ റൊമാൻറ്റിസമാണ് ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദം എന്നറിയപ്പെട്ടത്. ഹിന്ദി കവിതാമേ ഛായാവാദ യുഗ് ദ്വിവേദി യുഗ് കെ ബാദായ. ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദി സാഹിത്യത്തിൻ്റെ യുഗം ആരംഭിക്കുന്നത് ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ പേരിലുള്ള യുഗത്തിന് ശേഷമാണ്. जयशंकर प्रसाद, सूर्यकांत त्रिपाठी निराला, सुमित्रानंदन पंत, महादेवी वर्मा इस काव्यधारा के प्रतिनिधि कवि माने जाते हैं. ഛായാവാദി കാവ്യ സാഹിത്യത്തിലെ കാവ്യരീതിയിലെ പ്രധാനപ്പെട്ട കവികളാണ് ജയശങ്കർ പ്രസാദ്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, സുമിത്രാനന്ദൻ പന്ത്, മഹാദേവി വർമ്മ തുടങ്ങിയവർ. ഇവരെ ഛായാവാദിന്റെ 4 കീർത്തി സ്തംഭ് എന്നാണ് അറിയപ്പെടുന്നത്. ഛായാവാദ് നാമകരൺ കാ ശ്രേയ. ഛായാവാദ് എന്നുള്ള പേര് ഈ സാഹിത്യ രീതിക്ക് കൊടുത്തത് മുകുട്ധർ പാണ്ഡേക്കോ ജാത്താ ഹെ. ആരാണ് ഛായാവാദ് എന്നുള്ള പേര് കൊടുത്തത്? മുകുട്ധർ പാണ്ഡേയാണ്. മുകുട്ധർ പാണ്ഡേയാണ് ഈ പേര് ഈ സാഹിത്യ രീതിക്ക് നൽകിയത്. പ്രേം, മാനവീകരൺ, സാംസ്കൃതിക ജാഗരൺ, കൽപ്പന की प्रधानता आदि ഛായാവാദി काव्य की प्रमुख विशेषताएं हैं. പ്രേമം, സാംസ്കാരികമായിട്ടുള്ള ഉണർവ്, കൽപ്പന പ്രാധാന്യമുള്ള കാവ്യങ്ങൾ, ഇതെല്ലാം കൽപ്പനയ്ക്ക് പ്രാധാന്യം, ഇതെല്ലാം ഛായാവാദിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഛായാവാദിനെ ഹിന്ദി മേം ഖടിബോലി കവിതാ കാ പൂർണ്ണത പ്രതിഷ്ഠ കർ ദിയ. ഹിന്ദിയിൽ ഖടിബോലി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നേടിക്കൊടുക്കുന്നതിലും ഛായാവാദി കാവ്യസങ്കല്പം, ഛായാവാദി കാവ്യരീതി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഖടിബോലിക്ക് മുമ്പ് ഹിന്ദിയിലെ സാഹിത്യ ഭാഷയായിരുന്നത് വ്രജ് ഭാഷയാണ്.
വ്രജന് പകരം ഗദ്യത്തിലും കാവ്യത്തിലും ഖടിബോലി ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഖടിബോലി ഹിന്ദിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിൽ ഛായാവാദി കാവ്യ രീതി കാരണമായി. ഇസേ സാഹിത്യ ഖടിബോലി കാ സുവർണയുഗ് കഹാ ജാതാ ഹൈ. സാഹിത്യ ഖടിബോലിയുടെ സുവർണ കാലഘട്ടം എന്നാണ് ഛായാവാദി കാലഘട്ടം അറിയപ്പെടുന്നത്. ആധുനിക ഹിന്ദി കവിത കി സർവശ്രേഷ്ഠ ഉപലബ്ധി ഹെ ഛായാവാദ്. ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഛായാവാദ്. അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പ്രേം, പ്രകൃതി സൗന്ദര്യ, മാനവീകരൺ, ലാക്ഷണികത, ചിത്രമയത, കാൽപ്പനികത, കോമൾ കാന്ത് പദാവലി, മധുരത, സരസത ആദി ഛായാവാദി കവിത കി പെഹച്ചാൻ ഹെ തുടങ്ങിയവയെല്ലാം തന്നെ ഛായാവാദി കാവ്യ സാഹിത്യത്തിന്റെ പെഹച്ചാനാണ്, ഐഡന്റിറ്റീസ് ആണ്, ഛായാവാദി കാവ്യ സാഹിത്യത്തിന്റെ സവിശേഷതകളാണ്. പ്രസാദ് കി മധുരദു കവിതാമേ ഛായാവാദ് കി സാരി വിശേഷതയും സമാഹിത് ഹെ. ഛായാവാദിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കവിതയാണ് ജയശങ്കർ പ്രസാദ് എഴുതിയ മധുരദു എന്ന ഈ കവിത. അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും നമുക്ക് ഛായാവാദി സാഹിത്യത്തിന്റെ രീതികൾ കാണാൻ കഴിയും. ആംസു, ഝർന, ലഹർ, പ്രേം പതിക് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക രചനകളിലും ഛായാവാദിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഛായാവാദ് അല്ലെങ്കിൽ കാൽപ്പനികതയുടെ സ്വാധീനമുള്ള കാൽപ്പനിക കാവ്യമാണ്, ഒരു ഛായാവാദി സാഹിത്യ സൃഷ്ടിയാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന കവിത മധുരദു. ഓക്കെ, നോക്കൂ, നമുക്ക് ജയശങ്കർ പ്രസാദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. മധുരദു കവിത എഴുതിയിരിക്കുന്നത് ജയശങ്കർ പ്രസാദ് ആണ്. ശ്രീ ജയശങ്കർ പ്രസാദ് का जन्म 30 जनवरी 1889 को काशी में हुआ था. 1889 ജനുവരി 30 കാശിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉത്തർപ്രദേശിലെ കാശിയിലാണ് അദ്ദേഹം ജനിച്ചത്. ജയശങ്കർ പ്രസാദ് ഹിന്ദി കവി. അദ്ദേഹം ഒരു കവി മാത്രമല്ല, നാടക രചയിതാവും ഉപന്യാസ്കാർ, അതേപോലെ നോവലിസ്റ്റും തഥാ നിബന്ധകാർ, ലേഖകനുമായിരുന്നു. വേ ഹിന്ദി കെ ഛായാവാദി യുഗ് കെ 4 പ്രമുഖ സ്തംഭോ മേ സെ ഏക് ഹേ. ഛായാവാദിലെ 4 കീർത്തി സ്തംഭങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. മറ്റ് 3 പേരുടെ പേരുകൾ നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഛായാവാദ് ആധുനിക ഹിന്ദി കവിത കി സർവശ്രേഷ്ഠ ഉപലബ്ധി ഹെ. ആധുനിക ഹിന്ദി കവിതയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഛായാവാദി കാവ്യ. പ്രേം, സൗന്ദര്യ വർണ്ണൻ, മാനവീകരൺ, പ്രകൃതി കാ മാനവീകരൺ, ലാക്ഷണികത, ചിത്രമയത, കാൽപ്പനികത, कोमल कांत पदावली आदि छायावादी कविता की खास സവിശേഷത है. ഛായാവാദി കവിതയുടെ സവിശേഷതകളാണ് നമ്മൾ ഈ പറഞ്ഞ പ്രേമവർണ്ണന, സൗന്ദര്യവർണ്ണന, പ്രകൃതിയെ മനുഷ്യവൽക്കരിക്കുക, ലാക്ഷണികത, ചിത്രമയത, കാൽപ്പനികത, കോമൾകാന്ത് പദാവലി അല്ലെങ്കിൽ ലളിതമായ വാക്കുകൾ. ഇതെല്ലാം ഛായാവാദിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. പ്രസാദ് കി മധുരദും ഛായാവാദ് കി സാരി സവിശേഷതയെ സമാഹിത് ഹെ. അദ്ദേഹത്തിന്റെ മധുരദു എന്ന ഈ കവിതയിൽ ഛായാവാദിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഛായാവാദി ഗീതി ശൈലി മേ ലിഖി ഗയി പ്രേം, പ്രകൃതി ഔർ സൗന്ദര്യ കി കവിത. ഈ കവിതയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഛായാവാദിന്റെ ഗീതി ശൈലിയിൽ എഴുതപ്പെട്ട പ്രേമത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും വർണ്ണിക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് മധുരദു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ ഝർന, ആംസു, ലഹർ, പ്രേം പതിക്, കാമായനി അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ്. അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത്, ധ്രുവസ്വാമിനി, ജന്മേജയ് കാ നാഗയജ്ഞ, രാജ്യശ്രീ, അജാതശത്രു. അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹേ ഛായ, പ്രതിധ്വനി, ആകാശദീപ്, ആന്ധി, ഇന്ദ്രജാൽ. അദ്ദേഹം എഴുതിയ നോവലുകളാണ് കങ്കാൽ, തിതലി, ഇരാവതി. ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജയശങ്കർ പ്രസാദിനെ കുറിച്ച് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായോ? ഒരു പ്രത്യേക അർത്ഥത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതുന്ന ലാക്ഷണിക ശൈലി ഛായാവാദി കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് പ്രേം വർണ്ണൻ, പ്രകൃതി വർണ്ണൻ, പ്രകൃതി കാ മാനവീകരൺ. ഇവിടെ നമ്മൾ മധുരദു എന്ന ഈ കവിതയിൽ പഠിക്കുന്നതും ഇവിടെ നമ്മൾ പഠിക്കുന്ന മധുരദു എന്ന ഈ കവിതയും ഛായാവാദിന്റെ എല്ലാ ലക്ഷണങ്ങളും ചേർന്ന ഒരു കവിതയാണ്. ഈ കവിതയിൽ കവി വർണ്ണിക്കുന്നത് വസന്തകാലത്തെയാണ്. മധുരദു എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ്.
വസന്തകാലത്തെയാണ് കവി ഇതിൽ വർണ്ണിക്കുന്നത്. ഋതുരാജ് എന്നാണ് വസന്തകാലം അറിയപ്പെടുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ കവിതയിൽ അദ്ദേഹം മധുഋതു അല്ലെങ്കിൽ വസന്തകാലത്തെ ഒരു കാമുകിയോടാണ് വർണ്ണിക്കുന്നത്. വസന്തത്തെ ഒരു പ്രിയ സഖിയായും കാമുകിയുമായ ഒരു സ്ത്രീ രൂപത്തിലാണ് ഈ കവിതയിൽ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കവി സ്വയം ഒരു കാമുക സങ്കല്പത്തിലാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഏകാന്തതയുടെ ദുഃഖത്തിൽ കഴിയുന്ന കവിയുടെ ഹൃദയത്തിലേക്ക് കാമുകിയായിട്ടുള്ള വസന്തകാലം കടന്നു വരുന്നു എന്നാണ് അദ്ദേഹം ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്കിനി കവിത പഠിച്ചു തുടങ്ങാം. നോക്കൂ, മധുഋതു. अरे आ गई है भूली सी यह मधुऋतु 2 दिन को, छोटी सी कुड़िया में रजदूम नई व्यथा साथिन को, वसुधा नीचे ऊपर नभ हो, नीड अलग सबसे हो, चाड़ खंड के चिर पदचड़ में भागो सूखे तिनको. മനസ്സിലായോ? आ गई है भूली सी यह मधुऋतु 2 दिन को. 2 दिन को മധുഋതു ആ ഗയി. ഭൂലിസി, ഭൂലിസി മത്ലബ് വഴിതെറ്റിയവളെ പോലെ. മധുഋതു 2 दिन को 2 ദിവസത്തേക്ക് ആ ഗയി. ഇവിടെ കവി 2 ദിവസത്തേക്ക് 2 दिन को എന്ന് പറഞ്ഞിരിക്കുന്നത് അല്പനാളത്തേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. വസന്തകാലം അല്പകാലത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂലിസി ആ ഗയി, വഴിതെറ്റി വന്നിരിക്കുന്നു. വഴിതെറ്റിയതിലുള്ള ദുഃഖവുമായി വസന്തകാലം അല്പകാലത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ചോട്ടീസി കുടിയാ മേ രജുദൂം നൈ വ്യഥാസാഥിൻകോ. കവി ഇവിടെ വ്യഥാസാഥിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുഃഖിതയായ കൂട്ടുകാരി വസന്തകാലം കവിയാകുന്ന കാമുകന്റെ അടുത്തേക്ക് വസന്തകാലമാകുന്ന കാമുകി കടന്നു വരികയാണ്. ആ കാമുകിയെ വ്യഥാസാഥിൻ എന്നാണ് കവി പറയുന്നത്. കാരണം ഓ ഭൂലീസി ആ ഗയി ഹേ, വഴിതെറ്റി വന്നവളാണ്. വഴിതെറ്റിയ ദുഃഖവുമായി ഈ നൈ സാധിൻ, പുതിയ കൂട്ടുകാരി കവിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചോട്ടീസി കുടിയാമേ രജിതും, അവൾക്ക് വേണ്ടി, ആ വസന്തകാലത്തിന് വേണ്ടി ഞാനൊരു ചെറിയ കുടിൽ നിർമ്മിക്കാം എന്നാണ് പറയുന്നത്. വഴിതെറ്റി വന്നിരിക്കുന്ന ഈ കൂട്ടുകാരിക്ക് താമസിക്കുവാനായി ഞാനൊരു ചെറിയ കുടിൽ, ചോട്ടീസി കുടിയ, ഒരു ചെറിയ വള്ളിക്കുടിൽ മേ രജിതും, ഞാൻ നിർമ്മിച്ചു നൽകാം. നോക്കൂ, അരേ ആ ഗയി ഹേ ഭൂലിസി യഹ് മധുഋതു 2 दिन को, छोटी सी कुड़िया में रजदूम नई व्यथा साथिन को. അടുത്ത വരി നോക്കൂ. വസുധ നീച്ചെ ഊപ്പർ നഭ് ഹോ, നീഡ് അലഗ് സബ്സേ ഹോ, छाड़ खंड के चिर पदचड़ में भागो सूखे तिनको. वसुधा नीचे ऊपर नभ हो. വസുധ മത്ലബ് ഭൂമി, നീച്ചെ താഴെ, ഊപ്പർ നഭ് ഹോ മുകളിൽ, ആകാശം, നഭ്. നീഡ് അലഗ് സബ്സേ ഹോ, പക്ഷേ ഇതിനിടയിലുള്ള ഒരു നീഡ് മത്ലബ് കൂടെന്നാണ്. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു കൂടാണ് ആർക്കുള്ളത്? പ്രണയത്തിനുള്ളത്. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ആർക്കും ചെന്നെത്താൻ കഴിയാത്ത സ്ഥലത്തായിരിക്കും എൻ്റെ പ്രണയത്തിൻ്റെ ഈ കൂട്, പ്രണയത്തിൻ്റെ ഈ സ്വപ്നക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ആകാശത്തിലുമല്ല, ഭൂമിയിലുമല്ല, അതിനിടയിൽ എവിടെയോ ഉള്ള, എല്ലാത്തിൽ നിന്നും വേറിട്ട, സബ്സെ അലഗ്, എല്ലാത്തിൽ നിന്നും വേറിട്ട, ഒറ്റപ്പെട്ട, ആർക്കും ചെന്നെത്താൻ കഴിയാത്തൊരു സ്ഥലത്താണ് ഞാൻ പ്രണയത്തിൻ്റെ എൻ്റെ ഈ സ്വപ്നക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് കവി പറയുന്നു, നോക്കൂ, ചാട് ഖണ്ഡ് കെ ചിർ പദചടുമേം ഭാഗോ സൂഖേ തിൻകോ. ചാട് ഖണ്ഡ് കെ പദചടുമേം ഭാഗോ സൂഖേ തിൻകോ. സൂഖേ തിൻകോ എന്ന് പറഞ്ഞാല് ഉണങ്ങിയ പുൽനാമ്പുകളാണ് സൂഖേ തിൻകോ എന്ന് പറയുന്നത്. ഉണങ്ങിയ പുൽനാമ്പുകളോട് കവി പറയുന്നു, ചാട് ഖണ്ഡ് കെ ചിർ പദചടുമേം. വനത്തിലെ, ചാട് ഖണ്ഡ് മത്ലബ് വനം എന്നാണ്. വനത്തിലെ ഇല പൊഴിയുന്ന കാടുകളിലെ, പതിച്ചെടെന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന കാലമാണ്. ഇല പൊഴിക്കലിനെയാണ് പതിച്ചെടെന്ന് പറയുന്നത്. ചാട് ഖണ്ഡ് കേ ചിറു പതിച്ചെടുമേം, വനത്തിലെ, കാട്ടിലെ നിത്യമായ ഇല പൊഴിക്കലിലേക്ക് അല്ലെങ്കിൽ ശിശിരത്തിലേക്ക്
ഭാഗോ ഓടിപ്പോകൂ, സൂഖേ തിൻകോ ഉണങ്ങിയ പുൽനാമ്പുകളെ. ഉണങ്ങിയ പുൽനാമ്പുകൾക്ക് ഒരിക്കലും വസന്തത്തെ സ്വാഗതം ചെയ്യാൻ കഴിയില്ല. വസന്തം പുതിയ പൂവുകളുടെയും തളിരുകളുടെയും കാലമാണ്. ഉണങ്ങിയ പുൽനാമ്പുകൾക്ക് ഇനി ഒരിക്കലും പൂവിടാൻ കഴിയാത്തത് കൊണ്ട്, തളിരിടാൻ കഴിയാത്തത് കൊണ്ട് അവയെ വനത്തിലെ നിത്യമായിട്ടുള്ള ശിശിരത്തിലേക്ക് ഓടിപ്പോകാനാണ് കവി പറയുന്നത്. അതായത് ഇവിടെ ശുഷ്കമായ ചെടികൾ യഥാർത്ഥത്തില് പ്രണയഹീനമായ മനുഷ്യരെ പോലെയാണ്. പ്രണയഹീനരായിട്ടുള്ള വ്യക്തികൾക്ക് വസന്തത്തിൽ ഒന്നും ചെയ്യാനില്ല. വസന്തകാലം അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രണയഹീനരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ളതല്ല വസന്തകാലം എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അതായത് വസന്തകാലത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ ഉണങ്ങിയ പുൽനാമ്പുകളോട് വനത്തിലെ നിത്യമായ ശിശിരത്തിലേക്ക്, ഇലപൊഴിക്കലിലേക്ക് പോകാനാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗത്തിന്റെ ആ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഈ കവിതയുടെ ആശയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. इस कविता में वसंत ऋतु को कवि अपने प्रेमिका के रूप में खींचा है, അല്ലെങ്കിൽ ചിത്രിത किया है. തന്റെ കാമുകിയായിട്ടാണ് വസന്തകാലത്തെ കവി ഇവിടെ ചിത്രീകരിക്കുന്നത്. കവി कहते हैं कि कवि के शून्य हृदय में पद भूलकर आने वाली वसंतकाल के समान अचानक प्रेमिका आ गई. इस व्यथा सातिन के लिए कवि अपने मन में एक छोटी सी कुड़िया बना देना चाहता है. നോക്കൂ, കവി कहते हैं അദ്ദേഹത്തിന്റെ ശൂന്യമായ ഹൃദയത്തിലേക്ക് പദ് ഭൂൽക്കർ ആനെ വാലി, വഴിതെറ്റി വന്ന വസന്തകാലത്തെ പോലെ, വസന്തകാൽക്കെ സമാൻ അചാനക് പ്രേമിക ആകെ, പെട്ടെന്ന് കാമുകി കടന്നു വരുന്നു. വസന്തകാലമാകുന്ന കാമുകി കവിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ വ്യഥാസാത്തിൻ ഗേലെ, ഈ ദുഃഖിതയായ കാമുകിക്ക്, വഴിതെറ്റി ദുഃഖിതയായ ഈ കാമുകിക്ക് അപ്പനെ മന്മേമേക്ക് ചോട്ടി സി കുടിയ ബനാദേന ചാഹത്താഹെ, കവി തന്റെ ഹൃദയത്തില് ഒരു ചെറിയ കുടിൽ നിർമ്മിച്ചു നൽകുവാൻ ആഗ്രഹിക്കുന്നു. പ്രേമിക യഹ് നീഡ്, ആ പ്രേമത്തിന്റെ കൂട് ധർത്തി ഓർ ആകാശ് കെ ബീച്ച് സബ്സെ അലഗ് ഹോക്കർ സ്ഥിതി ഹെ, ആകാശത്തിനും ഭൂമിക്കും ഇടയില് എല്ലാത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്നു. ജോ സൂഖെ ഔർ ഫാൽത്തു അർത്ഥാത് പ്രണയവിഹീന വ്യക്തിയോങ്കോ ജംഗൽ കെ സ്ഥിർ പതിച്ചഡ് മേ ഭാഗ്ന ഹെ, ഈ വസന്തകാലം ആസ്വദിക്കാൻ കഴിയാത്ത വരണ്ട പുൽനാമ്പുകൾക്ക് അല്ലെങ്കിൽ പ്രണയവിഹീനരായിട്ടുള്ള വ്യക്തികളോട് വസന്തകാലത്തിൽ നിന്നും വനത്തിലെ സ്ഥിരമായിട്ടുള്ള ഇലപൊഴിക്കൽ പതിച്ചെടിലേക്ക് ഓടിപ്പോകാനാണ് കവി പറയുന്നത്. കാരണം ഉണങ്ങിപ്പോയ പുൽനാമ്പുകൾക്ക് യഥാർത്ഥത്തിൽ വസന്തകാലത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ ഇല്ല. प्रस्तुत कवितांश में कवि वसंतकालीन प्रकृति का चित्रण हुआ है. कवि വസന്തകാലീന പ്രകൃതിയെ വർണ്ണിക്കുന്നു. പ്രേമേവം പ്രകൃതി കാ അടൂട്ട് സംബന്ധ ഹെ, പ്രണയത്തെയും പ്രകൃതിയെയും വളരെ അടുത്ത് ബന്ധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ പോലെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അല്ലെ? നമുക്കിനി അടുത്ത വരികൾ നോക്കാം. ആശാസേ അങ്കുർ ഝൂലേംഗെ പല്ലവ് പുളകിത് ഹോംഗെ मेरे किसलई का लघु भव यह आ खलेगा किनको, ആശാസേ അങ്കുർ ഝൂലേംഗെ, അതായത് വസന്തകാലം യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവർക്കുള്ളതാണ് എന്നല്ല കവി ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല കവി പറയുന്നത്, വസന്തകാലത്തിന്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണങ്ങിയ പുൽനാമ്പുകളോട് ശിശിരത്തിലേക്ക് പോകാൻ മാത്രമല്ല കവി പറയുന്നത്. കവിയുടെ വിരസമായ മനസ്സിലേക്കാണ് വസന്തകാലം കടന്നു വരുന്നത്. ആ വിരസമായ മനസ്സിന് വസന്തം വന്നതോടെ സന്തോഷഭരിതമായി തീരുകയാണ്. അവിടെ ദുഃഖങ്ങൾക്ക് സ്ഥാനമില്ല. ആ ഹൃദയത്തിൽ നിന്ന് ദുഃഖങ്ങളെ അല്ലെങ്കിൽ നിരാശകളെ മാറിപ്പോകാനും കൂടിയാണ് കവി ആ വരിയിലൂടെ പറയുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത വരിയിൽ കവി പറയുന്നു, നോക്കൂ. ആശാസേ അങ്കുരു ഝൂലേംഗെ പല്ലവ് പുളകിത് ഹോംഗെ, ആശാസേ അങ്കുരു ഝൂലേംഗെ പല്ലവ് പുളകിത് ഹോംഗെ. കാരണം കവി വലിയ സന്തോഷത്തിലാണ്. വസന്തകാലത്തിന്റെ വസന്തകാലം കടന്നു വന്നതോടെ കവിയുടെ മനസ്സില് ആശാസേ, ആഗ്രഹങ്ങളുടെ പുതിയ പുതിയ അങ്കുർ പുൽനാമ്പുകൾ ഝൂലേംഗെ വിടരും. ആഗ്രഹങ്ങളുടെ പ്രതീക്ഷകളുടെ പുതിയ പുൽനാമ്പുകൾ കവിയുടെ ജീവിതത്തിൽ തളിരിടുന്നു.
പല്ലവ് പുളകിത് ഹോങ്കേ, ആ അവസ്ഥയിൽ, ആ ഉന്മാദം നിറഞ്ഞ അവസ്ഥയിൽ, അല്ലെങ്കിൽ ദുഃഖം മാറി സന്തോഷം കടന്നു വരുന്ന ആ അവസ്ഥയിൽ തളിരിലകൾ വസന്തകാലത്തിൽ രോമാഞ്ചമണിയുകയാണ്. പല്ലവ് തളിരിലകൾ പുളകിത് ഹോങ്കേ, തളിരിലകൾ പുളകിതരായി മാറും. വസന്തകാലത്തിന്റെ കുളിർ കാറ്റേറ്റ് വൃക്ഷങ്ങളിലെ തളിരിലകൾ പുളകിതരായി മാറും. മേരെ കിസലയിക്ക ലഘുഭവ് യഹ്, എൻ്റെ കിസലയം കൊണ്ടുള്ള, തളിരിലകൾ കൊണ്ടുള്ള ലഘുഭവ്, ചെറു ലോകം അല്ലെങ്കിൽ ചെറിയ വീടാണ് ഇത്. ആ ഖലേഗ കിൻകോ, ഇത് ആർക്കും ഒരു വിരസതയ്ക്കോ ദുഃഖത്തിനോ കാരണമാകുകയില്ല. എൻ്റെ പ്രതീക്ഷകളുടെ, ആഗ്രഹങ്ങളുടെ തളിരിലകൾ കൊണ്ടുള്ള ചെറിയ ലോകമാണിത്. ലഘുഭവ് ഹേ യഹ് ആ ഖലേഗ കിൻകോ, ഇതാർക്കാണ് ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ ഇതാർക്കും തന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് കവി ആശിക്കുന്നു. നോക്കൂ, ആശാസേ അങ്കുർ ഝൂലേങ്കെ പല്ലവ് പുളകിത് ഹോങ്കേ, മേരെ കിസലയിക്ക ലഘുഭവ് യഹ് ആ ഖലേഗ കിൻകോ. അപ്പൊ കവി പറയുന്നത്, ആഗ്രഹങ്ങളുടെ പുതിയ പുൽനാമ്പുകൾ വിടരും, വൃക്ഷങ്ങളിൽ വസന്തത്തിന്റെ കുളിർ കാറ്റേറ്റ് തളിരിലകൾ പുളകിതരായി മാറും. ഇതെന്റെ ഹൃദയത്തിലെ ചെറിയ ലോകമാണ്, എൻ്റെ ഹൃദയത്തിന്റെ ചെറിയ ലോകമാണിത്. തളിരിലകൾ കൊണ്ടുള്ള, അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുള്ള ചെറിയ ലോകം. ഈ ചെറിയ ലോകം ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം ഇവിടെ ദുഃഖത്തിനോ സങ്കടങ്ങൾക്കോ നിരാശയ്ക്കോ ഒരു സ്ഥാനവുമില്ല. മനസ്സിലാകുമല്ലോ എല്ലാവർക്കും. അടുത്ത് നോക്കൂ, സിഹർ ഭരി കമ്പത്തി ആവേങ്കി മലയാനിൽ കി ലഹരേം ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയന് നളിനുക്കോ. സിഹർ ഭരി കമ്പത്തി ആവേഗി മലയാനിൽ കി ലഹരേം, സിഹർ ഭരി കമ്പത്തി ആവേങ്കി മലയാനിൽ കി ലഹരേം. സിഹർ ഭരി കമ്പത്തി, കുളിരേറ്റ്, കമ്പത്തി വിറച്ചുകൊണ്ട് വരുന്ന മലയാനിൽ, മലങ്കാറ്റിന്റെ ലഹരേം, അലകൾ. നോക്കൂ, തണുപ്പേറ്റ് വിറച്ചുകൊണ്ട് വരുന്ന ഇളം കാറ്റിന്റെ അലകൾ, ലഹരേം, അലകൾ. ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയൻ നലിനുക്കോ. ചുംബൻ ലേക്കർ, ചുംബിച്ചുണർത്തും, ജഗാന ഉണർത്തുക. ചുംബൻ ലേക്കർ ജഗാത്തേഹേം, ചുംബിച്ചുണർത്തുന്നു. മാനസ് നയന് നളിനുക്കോ, എൻ്റെ മനസ്സാകുന്ന നയന നളിനത്തെ, താമരപ്പൂവിനെ, മനസ്സിന്റെ കണ്ണാകുന്ന താമരപ്പൂവിനെ തൊട്ടുണർത്താൻ ആർക്ക് കഴിയും? ചുംബിച്ചുണർത്താൻ ആർക്ക് കഴിയും? അതെ, വസന്തകാലത്തിലെ ഈ കുളിരേറ്റ് വിറച്ചു വരുന്ന ഈ ഇളം കാറ്റിന് എൻ്റെ മനസ്സിന്റെ നയനത്തെ തൊട്ടുണർത്താൻ കഴിയും. ചുംബൻ ലേക്കർ ജഗാത്തെ, ചുംബിച്ചുണർത്തുന്നു എൻ്റെ മനസ്സാകുന്ന നയന നളിനത്തെ. മനസ്സിലാകുമല്ലോ. അതായത് ശീതളമായിട്ടുള്ള ഇളം കാറ്റ് എൻ്റെ മനസ്സാകുന്ന നയനത്തിന്റെ താമരപ്പൂവിനെ, മനസ്സിന്റെ കണ്ണാകുന്ന താമരപ്പൂവിനെ തൊട്ട് തലോടി ചുംബനം നൽകി പോകുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വസന്തത്തിന്റെ പ്രഭാതം കടന്നു വരുന്നു. ആ വരികളുടെ ആശയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ആശയം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കവി കഹത്തെ ഹൈ കി ബസന്ത് की प्रेममयी वातावरण में आशा के नए नए अंकुर फूटेंगे. വസന്തകാലത്തിന്റെ പ്രേമാർദ്രമായ അന്തരീക്ഷത്തിൽ ആഗ്രഹത്തിന്റെ പുതിയ പുതിയ പൂമുട്ടുകൾ വിടരും. പ്രേമി പല്ലവ് കി തരഹ് പുളകിത് ഹോ ജായെങ്കെ. കാമുകി ഒരു വള്ളിയെ പോലെ, പല്ലവത്തെ പോലെ പുളകിതയായി തീരും. പ്രേമേക്ക് ഉന്മാദാവസ്ഥയായ, പ്രേമം ഒരു ഉന്മാദാവസ്ഥയാണ്. और प्रेम का मधुर मोहक संसार किसी को बुरा नहीं लगेगा. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയത്തിന്റെ ഈ ലോകം, അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഈ മധുര മനോഹരമായ ലോകം ആർക്കും മോശമാണെന്ന് തോന്നത്തില്ല. മലയാനിൽ കി ലഹരെ കാമ്പത്തെ ഹുയെ ആയെങ്കി, ഇളം കാറ്റിന്റെ അലകൾ വിറച്ചുകൊണ്ടുവരും. അവർ കവിക്ക് മൻ കെ നയൻ രൂപി കമലോങ്കോ, കവിയുടെ മനസ്സിന്റെ കണ്ണാകുന്ന താമരപ്പൂക്കളെ ചുംബൻ കർക്കെ ജഗായെങ്കെ, ചുംബിച്ചുണർത്തും. മനസ്സിലായോ കവി പറയുന്നത്? കവി പറയുന്നത് പ്രേമാർദ്രമായ ഈ അന്തരീക്ഷത്തിലെ പുതിയ പുതിയ നാമ്പുകൾ വിടരും. അങ്ങനെ പല്ലവത്തെ പോലെ, ഒരു വള്ളിയെ പോലെ, അല്ലെങ്കിൽ ഒരു പുതിയ പുൽനാമ്പിനെ പോലെ കാമുകി അല്ലെങ്കിൽ വസന്തകാലം പുളകിതയായി മാറും.
പ്രേമം എന്ന് പറയുന്നത് ഒരു ഉന്മാദാവസ്ഥയാണ്. പ്രേമത്തിന്റെ മധുര മനോഹരമായ ഈ ലോകം ആർക്കാണ് ഇഷ്ടമാകാത്തത്? ഇളങ്കാറ്റിന്റെ അലകൾ തഴുകി തലോടി കവിയുടെ മനസ്സിന്റെ കണ്ണാകുന്ന താമരപ്പൂക്കളെ ചുംബിച്ചുണർത്തുന്നു. ജവാ കുസുമസി ഉഷാ ഖിലേഗി മേരി ലഘു പ്രാചി മേം ഹസി ഭരെ ഉസ് അരുൺ അധർ കാ രാഗ് രംഗേഗാ ദിൻ കോ. രാഗ് രംഗേഗാ ദിൻ കോ. ജവാ കുസുമസി ഉഷാ ഖിലേഗി. ജവാ കുസുമസി ചുവന്ന പൂ പോലെ, ഉഷാ ഖിലേഗി പ്രഭാതം വിടരും, മേരി ലഘു പ്രാചി മേം എൻ്റെ ഈ ചെറിയ കിഴക്ക് ദിശയിൽ. എൻ്റെ ജീവിതമാകുന്ന ഈ ചെറിയ ലോകത്തിൻ്റെ കിഴക്ക് വസന്തകാലമാകുന്ന കാമുകി വരുന്നതോടെ ചുവന്ന പുതിയ പ്രഭാതം വിടരും. ഹസി ഭരേവുസ് അരുൺ അധർക്ക. വസന്തകാലത്തിൻ്റെ ചുവന്ന നിറമാർന്ന ആ ചിരി. ഹസി ഭരേവുസ് അരുൺ അധർക്ക. വസന്തകാലത്തിൻ്റെ ആ അധരങ്ങൾ, വസന്തകാലത്തിൻ്റെ പ്രഭാതത്തിലെ ആ ചുവന്ന അധരങ്ങൾ, അരുൺ അധർ, ഹസീഭരെ ചിരി നിറഞ്ഞ ആ ചുവന്ന അധരങ്ങൾ, രാഗ് രംഗേഗാദിൻകോ പകലിന്റെ രാഗങ്ങൾ പകർന്നു നൽകും, പകലിന് സന്തോഷം പകർന്നു നൽകും. വസന്തകാലത്തിന്റെ പ്രഭാതം വളരെ മനോഹരമാണ് അല്ലെ? ചുവന്ന പൂ പോലുള്ള ആ പ്രഭാതം എൻ്റെ ലോകത്തിൻ്റെ, എൻ്റെ ചെറിയ ജീവിതമാകുന്ന ലോകത്തിൻ്റെ കിഴക്ക് ദിശയിൽ ഉദിക്കും. വസന്തകാലത്തിൻ്റെ പുതിയ പ്രഭാതം ലേഖകന്റെ ജീവിതമാകുന്ന ആ ചെറിയ ലോകത്തിൻ്റെ കിഴക്ക് ദിശയിൽ ഉണരുമ്പോൾ ആ പ്രഭാതത്തിൻ്റെ ചെഞ്ചുണ്ടുകൾ, ചിരി ചൂടിയ ആ ചുവന്ന അധരങ്ങൾ അദ്ദേഹത്തിൻ്റെ പകലുകൾ, ദിൻകോ പകലിന് രാഗ് രംഗേക നിറം പകർന്നു നൽകും, അല്ലെങ്കിൽ പുതിയ ഉന്മാദം പകർന്നു നൽകും, പുതിയ സന്തോഷം പകർന്നു നൽകും. അതായത് വസന്തകാലമാകുന്ന കാമുകി പ്രഭാതത്തിലെ അതിൻ്റെ ചെഞ്ചുണ്ടുകളിൽ വിടരുന്ന ചിരിയിലൂടെ കവിയുടെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ, പുതിയ സന്തോഷങ്ങൾ പകർന്നു നൽകുന്നു. മനസ്സിലായല്ലോ? അന്ധകാർ കാ ജലധി ലാംഘ് കർ ആവേങ്കി ശശി കിരണേം അന്തരിക്ഷ ചിട്കേഗാ കണ കണ നിശീമേ മധുര തുഹിനുക്കോ. അന്ധകാർ കാ ജലധി ലാംഘ് കർ. അന്ധകാരത്തിന്റെ സമുദ്രം കടന്ന്, അന്ധകാരത്തിന്റെ ജലധി സമുദ്രം, ലാംഘ് കർ കടന്ന്, ആവേങ്കി ശശി കിരണേം ചന്ദ്രന്റെ കിരണങ്ങൾ കടന്നു വരും. അന്ധകാരത്തിന്റെ സമുദ്രവും കടന്ന് ചന്ദ്രന്റെ നേർത്ത കിരണങ്ങൾ കടന്നു വരും. അന്തരീക്ഷ ചിട്കേഗാ കണകണ്. ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും കണകണങ്ങളായി, തുള്ളിത്തുള്ളികളായി പൊഴിയും. ചിട്കേഗ നിശീമേം രാത്രിയില് മധുരമായ തുഹിനത്തെ, മധുരമായ മഞ്ഞ് കണങ്ങളെ തുള്ളിത്തുള്ളിയായി അന്തരീക്ഷം പൊഴിക്കും. ആ സമയത്ത് ഇരുട്ടിന്റെ അന്ധകാരം കടന്ന് ചന്ദ്രന്റെ നേർത്ത നിലാവ് കടന്നു വരും. അപ്പൊ രാത്രികാലത്ത് ചന്ദ്രരശ്മികള് ഭൂമിയിലെത്തുന്നു. ചന്ദ്രന്റെ ഈ പൂനിലാവ് പ്രകൃതിയിലെ ഓരോ അണുവിലും സന്തോഷത്തിന്റെ മഞ്ഞുകണങ്ങൾ വർഷിക്കുന്നു എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഈ വരികളുടെ ആശയം. ഓക്കെ, അടുത്ത നോക്കൂ. ഈ സേകാന്ത് സൃജനുമേ കോയി കുച്ച് ബാധാ മത് ഡാലോ ജോ കുച്ച് അപ്പനെ സുന്ദർ സേഹേ ദേ ദേനെ ദോ ഇൻകോ. ഈ സേകാന്ത് സൃജനുമേം, ഏകാന്തതയുടെ ഈ സൃഷ്ടിയില് കോയി കുച്ച് ബാധ മത് ഡാലോ ആരും ഒരു തടസ്സവും ഒരു വിഘ്നവും ഉണ്ടാക്കരുത്. ഏകാന്തതയുടെ ഈ നിമിഷങ്ങളിൽ ആരും ഒരു തടസ്സവും ഉണ്ടാക്കരുത്. ജോ കുച്ച് അപ്പനെ സുന്ദർ സേഹേ. ഇവിടെ എന്തൊക്കെ സുന്ദരങ്ങളായിട്ടുണ്ടോ, മനോഹരമായിട്ടുണ്ടോ, അതെല്ലാം ദേനേതോ നൽകൂ ഇൻകോ ഇതിന്. അതായത് കവി വസന്തകാലമാകുന്ന കാമുകിക്കൊപ്പം ഇരിക്കുന്ന ഏകാന്തതയുടെ ഈ നിമിഷങ്ങളിൽ ആരും തന്നെ ഒരു തടസ്സവും ഉണ്ടാക്കരുതെന്നും, അവിടെ നിങ്ങൾക്ക് എന്തെല്ലാം മനോഹരമായി നൽകാൻ കഴിയും, അതായത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ നൽകുകയും ചെയ്യണം എന്ന് ഒരാശയം നമുക്ക് ഈ വരികൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ
ഇലപൊഴിയൽ, തളിരിലകൾ, അതേപോലെ തന്നെ സുഗന്ധവാഹിനിയായിട്ടുള്ള കാറ്റ്, വസന്തകാലത്തിലെ കാറ്റ്, സൂര്യോദയം, പൂർണ്ണചന്ദ്രൻ, നിലാവ്, മഞ്ഞുകണം, ഇങ്ങനെ വിശേഷമായ ഭാവനയിൽ നമ്മൾ കാണുന്ന പ്രകൃതിയുടെ ഏകാന്തമായിട്ടുള്ള സൃഷ്ടികളെ ആരും തന്നെ ഇല്ലാതാക്കരുത്, അതെല്ലാം ഇതേപോലെ തന്നെ ഇവിടെ നിലനിൽക്കട്ടെ എന്നും കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ വരികളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ആശയവും വായിച്ചെടുക്കാൻ കഴിയും. അതായത് ഛായാവാദി കവികൾ യഥാർത്ഥത്തിൽ ജീവിതത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നവരാണ്. മനസ്സിലെ ദുഃഖങ്ങളെ അകറ്റി ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയെ മനുഷ്യരൂപത്തിൽ കാണുന്ന കവി പറയുന്നത്, പ്രകൃതിയെ മനുഷ്യരൂപത്തിൽ കാണുന്ന കവി പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക? പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയിലുള്ള മനോഹരമായിട്ടുള്ളതിനെ എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തുക. നമുക്ക് ഈ പ്രകൃതിക്ക് എന്തൊക്കെ മനോഹരമായത് നൽകാൻ കഴിയുമോ അതെല്ലാം നൽകുക, എന്നിട്ട് പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുക എന്നൊരാശയവും നമുക്ക് ആ 4 വരികളിൽ നിന്ന് എടുക്കാൻ കഴിയും. എന്തായാലും നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏകാന്തതയുടെ ഈ സൃഷ്ടിയിൽ ആരും ഒരു തടസ്സവും ഉണ്ടാക്കരുത്. വസന്തകാലമാകുന്ന കാമുകിയുടെ സാന്നിധ്യമുള്ള ഏകാന്തതയുടെ ഈ രാത്രിയിൽ, ഏകാന്തതയുടെ ഈ നിമിഷങ്ങളിൽ ആരും ഒരു ശല്യവും ചെയ്യരുത്. ഇവിടെ നിങ്ങൾക്ക് മനോഹരമായിട്ട് എന്തൊക്കെ നൽകാൻ കഴിയുമോ അതെല്ലാം ദേനേതോ അവർക്ക് നൽകുക. അതായത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുക. അല്ലാതെ ബാധാമത്ത് ഡാലോ, ഒരു തടസ്സവും ആ ഏകാന്തതയിൽ ഉണ്ടാക്കരുത് എന്ന് കവി പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കവിത പഠിച്ചു. നമുക്ക് ആ വരികളുടെ ആശയം കൂടി ഒന്ന് നോക്കാം. കവിക്ക് ഛോട്ടേ സൻസാർ മേ പൂരബ് ദിശാസെ ലാൽ കുസും കി തരഹ് ഉഷാഖിലെ, കവിയുടെ ചെറിയ ജീവിതത്തില്, ചെറിയ ലോകത്തിന്റെ കിഴക്ക് ദിശയില് ചുവന്ന പൂവിനെ പോലെ ഉഷ, പ്രഭാതം വിടരുന്നു. ഉസ്കി ലാൽ ഹോട്ടോ സെ നികൽനെ വാലി ലാലിമാ സെ ദിൻ രംഗീൻ ബനേഗ, അവളുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് വിടരുന്ന ആ പുഞ്ചിരി അല്ലെങ്കിൽ ആ ലാലിമ, ആ ചുവപ്പ് നിറം എൻ്റെ പകലുകൾക്ക് നിറം പകരുന്നു, സന്തോഷം പകരുന്നു. രാത്തുമേം അന്ധകാർ രൂപി സാഗർ കോ പാർ കർക്കെ ചന്ദ്രമാ കി ശീതൽ കിരണേ ആയേഗി, രാത്രിയില് അന്ധകാരമാകുന്ന സാഗരം കടന്ന് നിലാവ് കടന്നു വരും. അതായത് അതിന്റെ അർത്ഥം രാത്തുമേ ചന്ദ്രമ ഫൈലി ജായേഗി, രാത്രിയിൽ നിലാവ് പരക്കും. അന്തരീക്ഷസെ പ്രകൃതിക്ക് കൺമേ ഓസുക്കി ബൂന്തോങ്കി വർഷ കർത്തി ഹെ, അന്തരീക്ഷത്തിൽ നിന്ന് പ്രകൃതിയുടെ ഓരോ അണുവിലേക്കും മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങും. ഇസ്തരഹി ഏകാന്തതാമേ, ഇത്തരത്തിലുള്ള ഏകാന്തതയില് വസന്തോർ പ്രകൃതി തീവ്ര അനുരാഗമേ ആപസ്മേ പൂർണ്ണ സമർപ്പിത ഹോനെ ലഗത്തെ ഹേ, ഇത്തരത്തില് പ്രകൃതിയും വസന്തവും പരസ്പരം പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. സൃജൻകി ഏകാന്തതാമേ, സൃഷ്ടിയുടെ പ്രകൃതിയുടെ ഈ ഏകാന്തതയില് കോയി ബാധാമത്ത് ഡാലോ, നിങ്ങൾ ഒരു തടസ്സവും സൃഷ്ടിക്കരുത്. അപ്പനേമേ ജോക്കുയ് സുന്ദർഹേ, നമ്മുടെ കയ്യിൽ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതെല്ലാം ഇൻകോ ദേനാഹേ, അതെല്ലാം ഇവർക്ക് നൽകുക. അതായത് പ്രകൃതിക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന മനോഹരമായതെല്ലാം നൽകുക. സൃഷ്ടിയുടെ പ്രകൃതിയുടെ ഈ ഏകാന്തതയിൽ നമ്മൾ ഒരു വിഘ്നവും ഉണ്ടാക്കരുത്, ഒരു തടസ്സവും ഉണ്ടാക്കരുത്. പ്രേം പ്രേമികാവുങ്ക മിലൻ വിരഹസ്ഥലി രൂപ അന്ധകാർക്കോ ദൂർ കർക്കെ മിലൻ രൂപി ഉന്മാദ് പ്രകാശ് ഫൈൽത്താ ഹേ. കാമുകന്മാരുടെ കൂടിച്ചേരലിൽ വിരഹാവസ്ഥയുടെ അന്ധകാരം മാറി കൂടിച്ചേരലിന്റെ ഉന്മാദാവസ്ഥയിലുള്ള പ്രകാശം പരക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായ ഒരു കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഈ കവിതയുടെ ആശയം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ അവരവരുടെ സംശയങ്ങളെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതി ചോദിക്കണം. അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നുപോലെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, നമസ്കാരം.